ദേ ഇതുപോലുള്ള കുഞ്ഞൻ മത്തി കിട്ടിയാൽ ഇനി ആരും മുഖം ചൊളിക്കണ്ട. നമുക്ക് ദേ അടിപൊളി ഒരു മീൻ പീര ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തതും അതോടൊപ്പം കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം കുറച്ച് തേങ്ങ തിരിങ്ങിയെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി, ചെറിയൊരു സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് അതോടൊപ്പം കുറച്ച് ഉലുവ, അതോടൊപ്പം 2-3 കഷ്ണം കുടംപുളി, ഇനി കുറച്ച് ഉപ്പും ഇത്രയും ചേർത്ത് നമ്മുടെ കൈ വെച്ച് തന്നെ ഇതൊന്ന് നന്നായി പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് മത്തിയും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്ത് മീൻ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രമുള്ള വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് സ്റ്റൗവിലേക്ക് അങ്ങ് വെക്കാം. 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ അധികം ഉടഞ്ഞു പോകാതെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ പീരയിലെ വെള്ളം എല്ലാം വറ്റി വന്നാൽ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൂക്കി കൊടുത്താൽ ഇതുപോലെ സ്വാദിഷ്ടമായൊരു മത്തി പീര തയ്യാറായിട്ടുണ്ട്.